ചിങ്ങമാസത്തിൽ നാട്ടുവഴികളിലും പഴയ വീട്ടുമുറ്റങ്ങളിലും ചുവന്ന വസന്തം തീർത്തിരുന്ന നമ്മുടെ ചെറുപ്പകാലത്തെ പ്രിയപ്പെട്ട പൂവ്. അതെ, പ്രകൃതി ഓണക്കാലത്ത് നമുക്ക് നൽകുന്ന രാജകീയ സമ്മാനം കൃഷ്ണകിരീടം. ഒരു കാലത്ത് ഓണക്കാലത്തെ പൂക്കളങ്ങളിലും തൃക്കാക്കരയപ്പനെ അലങ്കരിക്കാനുമെല്ലാം ഈ ചുവന്ന പൂവിന് പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. ഇന്നത് അപൂർവമായി മാത്രം കാണുന്ന ഒരു ഓണക്കാഴ്ചയാണ്. ശാസ്ത്രീയമായി ക്ലീറോഡെൻഡ്രം പാനിക്കുലേറ്റം എന്നറിയപ്പെടുന്ന ഈ ചെടി ലാമിയേസി സസ്യകുടുംബത്തിലെ ഒരു ബഹുവർഷി സസ്യമാണ്. ഇംഗ്ലീഷിൽ ഇത് പഗോഡ ഫ്ലവർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പല തട്ടുകളായി ഉയർന്നു നിൽക്കുന്ന ഇതിൻ്റെ പൂങ്കുലകൾ പഗോഡയുടെ രൂപത്തെ അനുസ്മരിപ്പിക്കുന്നതിനാലാണ് ഈ പേര് കിട്ടിയത്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഈ ചെടി ഒരു പേരിൽ ഒതുങ്ങുന്നില്ല. ഓരോ പേരിനും പിന്നിൽ ഓരോ കാരണമുണ്ട്. ആദ്യം കൃഷ്ണകിരീടം എന്ന പേര്. കൃഷ്ണനാട്ടത്തിലും കഥകളിയിലുമൊക്കെ ശ്രീകൃഷ്ണൻ അണിയുന്ന ആ മനോഹരമായ കിരീടത്തോട് ഇതിൻ്റെ പൂങ്കുലയ്ക്കുള്ള സാദൃശ്യമാണ് ഈ പേരിന് കാരണം. അതുപോലെ തന്നെ കഥകളിയിലെ ഹനുമാൻ വേഷത്തിൻ്റെ കിരീടത്തോടും സാമ്യമുള്ളതുകൊണ്ട് ചിലയിടങ്ങളിൽ ഇതിനെ ഹനുമാൻ കിരീടമെന്നും വിളിക്കാറുണ്ട്. എന്നാൽ ആറുമാസപ്പൂവ് എന്ന പേരിന് പിന്നിൽ കൗതുകകരമായ മറ്റൊരു കാരണമുണ്ട്. ഓരോ പൂമൊട്ടും വിരിഞ്ഞ് ആ വലിയ പൂങ്കുല മുഴുവനായി വിരിഞ്ഞു തീരാൻ ആഴ്ചകളോളം സമയമെടുക്കും. മാസങ്ങളോളം പൂവിടൽ നീണ്ടു നിൽക്കുന്നതുകൊണ്ടാവാം ഇതിനെ ആറുമാസപ്പൂവെന്ന് വിളിച്ചു തുടങ്ങിയത്. അലങ്കരിച്ച കാവടിയെ ഓർമ്മിപ്പിക്കുന്ന രൂപമായതുകൊണ്ടാകാം ചിലയിടങ്ങളിൽ ഇത് കാവടിപ്പൂവ് എന്ന പേരിലും അറിയപ്പെടുന്നത്. സാധാരണയായി 1.5 മുതൽ 2 മീറ്ററോളം ഉയരം വയ്ക്കുന്ന ഒരു കുറ്റിച്ചെടിയാണിത്. വലിയ പച്ചയിലകളും അതിനു മുകളിലായി തട്ടായി ക്രമീകരിച്ചിരിക്കുന്ന ചുവപ്പ് നിറത്തിലുള്ള പൂങ്കുലകളുമാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം. നീണ്ട കുഴൽ പോലെയുള്ള ഇതിൻ്റെ ചെറിയ പൂക്കൾക്ക് ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറമാണ്. പൂവിൻ്റെ അറ്റത്ത് നക്ഷത്രത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ വിടർന്നു നിൽക്കുന്ന 5 ഇതളുകൾ ഇവയുടെ ഭംഗി കൂട്ടുന്നു. തട്ടായി താഴെ നിന്ന് മുകളിലേക്ക് വിരിയുന്നതുകൊണ്ട് ഒരു പൂങ്കുലയിൽ ഒരേ സമയം മൊട്ടുകളും വിരിഞ്ഞ പൂക്കളും കാണാം. അതുകൊണ്ടു തന്നെ ആഴ്ചകളോളം ഇതിൽ പൂക്കൾ ഒഴിയാതെ നിൽക്കും. തേൻകിളികളെയും പൂമ്പാറ്റകളെയും തേനീച്ചകളെയും മറ്റു പരാഗണജീവികളെയും ആകർഷിക്കുന്ന ഒരു സസ്യമാണ് കൃഷ്ണകിരീടം. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പ്രത്യേക പരിചരണമൊന്നുമില്ലാതെ സ്വയം വളർന്നിരുന്ന ഒരു ചെടിയായിരുന്നു ഇത്. വഴിയോരങ്ങളിലും ഉപയോഗിക്കാതെ കിടക്കുന്ന സ്ഥലങ്ങളിലും വീടുകളുടെ പരിസരങ്ങളിലുമെല്ലാം ഇത് സ്വയം വളർന്നു പൂക്കുമായിരുന്നു. ഓണക്കാലത്ത് പൂക്കളമൊരുക്കാൻ മാത്രം നമ്മൾ ഇതിൻ്റെ പൂക്കൾ തേടിപ്പോയി. ബാക്കി സമയങ്ങളിൽ പ്രകൃതി തന്നെ ഇതിനെ പരിപാലിച്ചു. ഇന്ന് നിങ്ങളുടെ വീട്ടുമുറ്റത്തോ പൂന്തോട്ടത്തിലോ ഇത് വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല വെയിലും ആവശ്യത്തിന് വെള്ളവും നൽകിയാൽ മതി. കമ്പുകൾ മുറിച്ചു നട്ടോ ചുവട്ടിൽ നിന്നും മുളച്ചു വരുന്ന പുതിയ തൈകൾ മാറ്റി നട്ടോ ഇത് എളുപ്പത്തിൽ വളർത്തിയെടുക്കാം. പൂന്തോട്ടത്തിന് ഭംഗി നൽകുന്നതിന് പുറമെ നാട്ടുചികിത്സയിലും ഇതിന് ചില ഉപയോഗങ്ങളുണ്ട്. ഗൃഹവൈദ്യത്തിൽ ഇതിൻ്റെ പൂക്കൾ ഉണക്കിപ്പൊടിച്ച് എണ്ണയിൽ കാച്ചി ചെറിയ പൊള്ളലുകൾക്ക് പുറമെ പുരട്ടാറുണ്ട്. ഇതിൻ്റെ ഇലകൾ സ്വാഭാവിക കീടനാശിനിയായും ചിലയിടങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. നാട്ടുചികിത്സയിൽ ഇതിൻ്റെ വേര്, പൂക്കൾ, ഇലകൾ തുടങ്ങിയ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നതായി പറയപ്പെടുന്നു. ഒരു കാലത്ത് നിറസാന്നിധ്യമായിരുന്ന ഓണപ്പൂക്കളിൽ നിന്നും മറഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന നാടൻ പൂക്കളിൽ പ്രധാനിയാണ് കൃഷ്ണകിരീടം. ഇത്തരം നാടൻ സസ്യങ്ങൾ പൂർണ്ണമായും വിസ്മൃതിയിലാണ്ടു പോകാതെ വരും തലമുറയ്ക്കായി സംരക്ഷിക്കേണ്ടതുണ്ട്. ഈ ഓണക്കാലത്ത് ആ പഴയ ഓണത്തിൻ്റെ ഓർമ്മകളെയും നാടൻ സൗന്ദര്യത്തെയും നമുക്ക് വീണ്ടും നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുവരാം. മറ്റൊരു ചെടി വിസ്മയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.